കറക്റ്റ് സാലറി കിട്ടുന്നത് മുതൽ ഒരു ചെറിയൊരു സാധനമൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴൊക്കെ എന്തോ എവിടെയോ എത്തിയ ശരിക്കും ഈ ഇൻകം മൈനസ് എക്സ്പെൻസ് സേവിങ്സ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഓക്കെ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് സേവിങ്. ആക്ച്വലി ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻസ്. നമ്മൾ പ്രവാസികൾക്കിടയിൽ സംസാരിക്കുന്ന പല വിഷയങ്ങളിൽ ഒന്ന് സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുമ്പോൾ മെയിനായിട്ട് പറയുന്നത് റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ, റിട്ടയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജോലിയൊക്കെ വിട്ട് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും മാസം വരുമാനത്തിനുള്ളൊരു മാർഗം, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിന് മന്ത്ലി ഒരു ഇൻകം കിട്ടുന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെക്യൂരിറ്റിയാണ്. ഏത് നിമിഷവും ജോലി എപ്പോഴായിരിക്കും നഷ്ടപ്പെടുന്നത്, മെജോറിറ്റിക്ക് ഉള്ള ഒരു പേടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഒരു ഫിനാൻസ് അഡ്വൈസർ തോമസ് ഇവിടെ ഒമാനിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടൻ കുടിച്ചു. ഒപ്പം ഈ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനൊരവസരം കിട്ടി. ചില ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ കൊതി തോന്നും. എത്ര ചെറിയ സാലറി ആണോ വലിയ സാലറി ആണോ അതൊന്നും അല്ല, നല്ല വൃത്തിയായിട്ട് ഒരു ഡിസിപ്ലിനൊക്കെ കീപ്പ് ചെയ്ത്, ഫിനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. എന്നാൽ ചിലർക്ക് ആ ഒരു സംഭവം ഇല്ല. അപ്പം എന്തായാലും ഈ തോമസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒന്നാമത് ചോദിച്ച ചോദ്യം, നമുക്ക് കിട്ടുന്ന ശമ്പളം മാസം ഫിക്സ്ഡ് ആണ്. സപ്പോസ് ഇപ്പോൾ ഇൻക്രിമെൻ്റ് ഒന്നും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ ഒരു സാലറി നമുക്ക് മന്ത്ലി കിട്ടുന്നുണ്ട്. നമുക്ക് അടയ്ക്കാനുള്ള കടങ്ങളൊക്കെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സേവിങ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊരു ഫിനാൻസ് അഡ്വൈസറിന് എന്താണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പം ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്. നിങ്ങളോടിപ്പോൾ ഞാനിപ്പോൾ പറയുവാണ്, ഇപ്പോൾ എനിക്ക് 100 രൂപ ഇത് കിട്ടുന്നുണ്ട്, ഇത്ര എൻ്റെ കടങ്ങളാണ്, ഇത്രയാണ് എൻ്റെ ചിലവ്, അപ്പോൾ എനിക്ക് എന്താ സേവ് ചെയ്യാൻ പറ്റും എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ? ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്യാഷ് ഫ്ലോ, നമ്മളൊരു ജനറിക് ടേംസിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. പക്ഷേ അത് ഓൺ പേപ്പേഴ്സ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പ്രോസസ്സ് ഉണ്ട്, അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എവിടെയാണ് കൂടുതൽ പൈസ ലീക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രോസസ്സിലൂടെ. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെൻറ്റ് സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ട് മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ ഏതിലാണ് ജോയിൻ ചെയ്തത്, ആണോ അവിടെ ആ ബാങ്കാണോ ഇവിടെയാണോ, എന്നാൽ പിന്നെ അവിടെ തന്നെ ഇട്ടേക്കാം, എന്നിങ്ങനെ 5 വർഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 10 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ പൊതുവെ റിട്ടയർമെൻറ്റ് സ്കീമിൽ മെജോറിറ്റി, ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് ചോദ്യം തോമസിൻ്റെ അടുത്ത് ചോദിച്ചത്. പല പരസ്യങ്ങളൊക്കെ കാണും, ആർ യു എൻ NRI ജോയിൻ ദിസ് റിട്ടയർമെൻറ്റ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഈ പറയുന്ന പോലെ കുറേ ബാങ്ക്സും കുറേ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് കുറേ പ്രോഡക്റ്റായിട്ട് നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യും. പ്രത്യേകിച്ച് ഒരു NRI എന്നുള്ള രീതിയിൽ അവർ ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് അല്ല. ഫോർ എക്സാമ്പിൾ ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കുക, ഇതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ഗോൾ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, ഒരു പ്രോപ്പർ പ്ലാനിങ് ആണ്. എന്ത് പ്ലാൻ ചെയ്യണം? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യലി നമ്മളെ തന്നെ കുറച്ച് സോർട്ട് ചെയ്ത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. അപ്പം നമ്മൾ എങ്ങനെ തീരുമാനിക്കും ഏത് റിട്ടയർമെൻറ്റ് സ്കീമാണ് നല്ലതെന്ന്? അതിൻ്റെ ആൻസർ ശരിക്കും പുള്ളി പറഞ്ഞപ്പോൾ നമ്മളൊരു വേറൊരു ലെവലിലാണ് അതിൻ്റെ ഒരു ആൻസർ പറഞ്ഞു തന്നത്. ഈ റിട്ടയർമെൻറ്റ് സ്കീമിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടതായ 3 കാര്യങ്ങളെക്കുറിച്ച് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എത്ര വർഷത്തേക്ക് ജോലി ചെയ്യാൻ പറ്റും, അത്രയും കാലം കിട്ടുന്ന ശമ്പളത്തിനുള്ള തുക, അത് ഡീറ്റെയിൽ ആയിട്ട് ആൾ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തേത് പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. മൂന്നാമത് പറഞ്ഞത് ഒരു എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ്. സപ്പോസ് നമുക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുട്ടില്ലാതെ നടന്നു പോകാനായിട്ട് ഒരു 6 മാസത്തെ ശമ്പളം സൂക്ഷിച്ച് വെക്കേണ്ടത് എങ്ങനെ, ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നതിനേക്കാളും റിഗാർഡ്ലെസ് ഓഫ് ഹൂസ് ടോക്കിംഗ് അബൌട്ട് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്കാണ് നോക്കേണ്ടത്. ഓക്കെ, ഈ പ്ലാനിങ്ങിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ബിഫോർ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജോലിയിൽ എന്തെങ്കിലും വന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രോപ്പർ പ്ലാനിങ് ആണ് അവിടെ വേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ
അത് സ്റ്റാർട്ടിങ് മുതൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ദോ ഇറ്റ് സൗണ്ട്സ് വെരി ബോറിങ്, സൗണ്ട്സ് വെരി ലോങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ക്വിക്ക് തിങ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ, ഫസ്റ്റ് തിങ് നമ്മുടെ റിസ്ക് പ്ലാനിങ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലവ്ഡ് വൺസ്, വിച്ച് ഇസ് ഇൻഷുറൻസ്. ഓക്കെ, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഡോണ്ട് അറ്റാച്ച് ഇൻഷുറൻസ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ 35 year old ആണെങ്കിൽ ഇനി എനിക്ക് അടുത്ത 25 years വർക്ക് ചെയ്യാനുണ്ട്. ചുമ്മാ എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്, ഞാൻ 1 ലക്ഷം രൂപയാണ് എൻ്റെ ഇയർലി വരുമാനം എന്ന് വിചാരിച്ചു. വെറുതെ ഒരു എക്സാമ്പിൾ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത 25 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 25 ലക്ഷം രൂപയാണല്ലോ ശരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ അടിച്ചു പോയാൽ ഇനി നമുക്ക് എൻ്റെ വൈഫിനും കുഞ്ഞുങ്ങൾക്ക് മിസ്സിംഗ് ഇസ് ഗോയിങ് ടു ബി ദിസ് 25 lakhs. അപ്പോൾ ഇതാണ് എൻ്റെ ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ജനറിക് ടേംസിൽ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ ഹ്യൂമൻ ലൈഫ് വാല്യൂവിൻ്റെ അഗെയിൻസ്റ്റ് ഉള്ള ഇൻഷുറൻസ് എനിക്ക് കവേർഡ് ആണോ? ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ 1 റിസ്ക് മാനേജ്മെൻറ്റിൽ. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, ഇപ്പോൾ NRIസിനെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഹെൽത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രോയിങ് മോർ ദൻ 20%. നമ്മുടെ നോർമൽ ഇൻഫ്ലേഷൻ 6%, 7% എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽത്ത് ഇസ് ഗ്രോയിങ് മോർ ദൻ 20%. പ്രോപ്പറായിട്ട് നമുക്കൊരു ഹെൽത്ത് കവർ ഉണ്ടോ? ഓക്കെ, അതിനകത്ത് കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. സെക്കൻഡ് തിങ്. തേർഡ് തിങ് എന്ന് പറയുന്നത് നമുക്കൊരു എമർജൻസി ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് ഒരു 6 months നമുക്ക് ഒരു ഇൻകം ഇല്ലാത്തൊരു അവസ്ഥയിൽ നമുക്ക് വണ്ടി ഓടാൻ, അതായത് ബേസിക് എക്സ്പെൻസ് ഉണ്ടോ? ഞാൻ പറയുന്നത് ഫുഡ് കഴിക്കാനുള്ള എക്സ്പെൻസ്, നമ്മുടെ ആ ഒരു ബേസിക് ഉണ്ടല്ലോ. ഇതാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നതിൽ ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് റിട്ടയർമെൻറ്റ് സ്കീമിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈ ഓരോ മനുഷ്യനും വ്യത്യാസമാണെന്ന് പറയുന്ന പോലെ ഓരോ മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഫിനാൻഷ്യലി വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്കൊരു 60 years കഴിയുമ്പം എത്ര ഫണ്ടാണ് മന്ത്ലി നമുക്ക് വേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ആദ്യം തൊട്ടേ ഈ 3 കാര്യങ്ങൾക്ക് ശേഷം ആ കാര്യം പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടയർമെൻറ്റ് സ്കീം എല്ലാവരും ചെയ്യുന്ന പോലെ ഈ പറയുമല്ലോ തെങ്ങിനും മാവിനും കുറേ വളം ഇടരുതെന്ന് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആവശ്യം എന്താണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ ഏതിലാണ് പൈസ ഇടേണ്ടതെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മൾ പ്രോപ്പർലി ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ട് നമ്മൾ ഈ അവസാനം ആ പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ് നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് അല്ലാതെ തന്നെ വേറെ നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രയോറിറ്റി ആയിരിക്കും, വീട് വാങ്ങിക്കുന്നതൊരു പ്രയോറിറ്റി ആയിരിക്കും. അതൊക്കെ ഫിനാൻഷ്യൽ ഗോൾസ് ആണല്ലോ. ആ ഗോൾസിൽ ഈ പ്രത്യേകിച്ചുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിങ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ എക്സ്പെൻസ് എത്രയാണ് ടു റൺ. ഇപ്പോൾ ഞാനൊരു 40 year old ആണെങ്കിൽ ഞാൻ ഇന്ന് 50,000 rupees ആണ് എൻ്റെ എക്സ്പെൻസ് എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ 60 year old ആകുമ്പോഴത്തേക്കും ഈ 50,000 ഇൻഫ്ലേഷൻ തന്നെ അതുകൊണ്ട് 1,50,000 എത്തിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുന്ന 50,000 ആയിരിക്കില്ല എനിക്ക് 60 years ആകുമ്പോൾ. ഐ നീഡ് ടു ഹാവ് 1,50,000 മൈ അക്കൗണ്ട് ഡെയിലി, സോറി മന്ത്ലി. അപ്പോൾ അത് ആ പ്രോപ്പർ അതിനടുത്തൊരു വാല്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗോൾ അതിനകത്ത് പ്ലാൻ ചെയ്യും. ഇനി ഈ 1,50,000 rupees എനിക്ക് 60 year old തുടങ്ങി ലെറ്റ്സ് ഞാനൊരു ഇദ്ദേഹം സൈസിൽ 80-85 year old ജീവിക്കുമെന്ന് വിചാരിച്ചു എന്നുണ്ടെങ്കിൽ 25 വർഷം എനിക്ക് 1,50,000 rupees വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴണമെങ്കിൽ നമ്മൾ എത്ര കോർപ്പസ് ബിൽഡ് ചെയ്യണം അല്ലേ? ഇനി ആ കോർപ്പസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പ്രയോറിറ്റി. ആ കോർപ്പസ് ബിൽഡ് ചെയ്യുമ്പോൾ ഇനി ബാക്ക്വേർഡിലേക്ക് വർക്ക് ചെയ്യുക. എത്ര ഈ മാസം ഈ കോർപ്പസിലേക്ക് എത്തണമെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഏത് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടാണോ ഇൻഷുറൻസ് ആണോ എന്താണ് നമുക്ക് ആ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വരുന്നത്. പിന്നീട് വളരെ സിമ്പിളായിട്ട് എന്നാൽ ഡീപ്പായിട്ട് തോന്നിയ ഒരു കാര്യം പുള്ളി പറഞ്ഞത്, നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ലിസ്റ്റില്ലാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, പോയി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോഴായിരിക്കും നമ്മൾ അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് അറിയുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മളൊരു 45 അല്ലെങ്കിൽ 50 years ഒക്കെ ആയിട്ടായിരിക്കും അയ്യോ നേരത്തെ തന്നെ അത് തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. എന്തായാലും ഈ ടോക്ക് ഒരു 30-35 years ഉള്ള ഇപ്പോഴും ഫിനാൻഷ്യൽ പ്ലാനിങ് ഒന്നും ചെയ്യാത്ത ആരെങ്കിലും ആണ് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം നമുക്കൊരു ഷോപ്പിങ്ങിന് ലിസ്റ്റ് ഒന്നും ഇല്ലാതെ പോയെങ്കിലിരിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മറന്നു പോകും, എന്നിട്ട് വീണ്ടും തിരിച്ചു വരും, വീണ്ടും തിരിച്ചു പോകും എന്ന് പറയുന്ന പോലെയാണ്. അതിൻ്റെ എക്സാക്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എടുക്കാം. കാരണം
നമ്മളൊരു 35 ഇയർ ഓൾഡായിട്ട് അല്ലെങ്കിൽ ഒരു 30 ഇയർ ഓൾഡൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്കൊരു ആ മൊമെൻറ്റം വരുന്നത്, ആ ജോലിയുടെ ഒരു ഇത്. ആ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഷോപ്പിങ്ങിനെ കുറിച്ച് ആലോചിക്കണം, അയ്യോ ഇത് മറന്നുപോയി എന്ന് പറയുന്ന പോലെ നമ്മളൊരു 50-55 വയസ്സിന് എത്തുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കണം, അയ്യോ ഇത് പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന്. പക്ഷേ യു കനോട്ട് ഗോ ബാക്ക് ടു ദാറ്റ് ഏജ്. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ മാസം അടയ്ക്കേണ്ട തുകയും കൂടുമല്ലോ. അപ്പം നേരത്തെ തന്നെ, എത്രയും നേരത്തെ തന്നെ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, കാരണം ലൈഫിൽ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെയാണ് ഫിനാൻസ്. അപ്പോൾ ഈ ഒരു ടോക്കിൽ നിന്നും മനസ്സിലാവുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും എഴുതി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, എവിടേക്കാണ് നമ്മുടെ പൈസ ലീക്കാവുന്നത്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഫസ്റ്റിലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നും നമ്മൾ പിശുക്ക് കാണിക്കുന്നതാണോ, പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ പീസ്ഫുൾ ആവുന്നുള്ള ഒരു ഇൻസൈറ്റാണ് എനിക്ക് കിട്ടിയത്. കാലാകാലമായിട്ടിരുന്ന് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഇത് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ലൈഫ് ഡെയിലി അല്ല, ജസ്റ്റ് വൺസ് ഓക്കെ. എന്നിട്ട് അത് വേണമെങ്കിൽ നമുക്കൊരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്താലും മതി. ആൻഡ് ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മളൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മൾ കുറേ കൂടി ഒരു ട്രെയിനിൽ ഒരു ട്രാക്ക് വെച്ച പോലെ ഇരിക്കും നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ജേർണി എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന, ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാശിനെ കുറിച്ചുള്ള ടോക്ക് വന്നു. അപ്പോൾ ആൾ പറഞ്ഞത് പൈസ ഇല്ലാത്തതിനെക്കാട്ടിലും വലിയ പ്രശ്നമാണ് പൈസ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെന്ന്. പൈസ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ, ഉണ്ടെങ്കിൽ ഉള്ളതിൻ്റെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഉണ്ടാവുന്നു. പക്ഷെ ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണെങ്കിലും പൈസ ആവശ്യമുള്ളിടത്ത് പൈസ തന്നെ വേണം. പൈസ എങ്ങനെ എത്ര ചെറുതാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് എത്രയും നേരത്തെ തന്നെ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ നല്ല അപ്രോച്ചബിളാണ് തോമസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളി തീർച്ചയായിട്ടും ഏത് ചെറിയ വരുമാനം മുതൽ എന്ത് വരുമാനമാണെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സാലറി കിട്ടുന്നത് മുതൽ ഒരു ചെറിയൊരു സാധനമൊക്കെ എടുത്തു വെക്കുകയാണ് നമ്മൾ ഇപ്പോഴൊക്കെ എന്തോ എവിടെയോ എത്തിയത്. ശരിക്കും ഈ ഇൻകം മൈനസ് എക്സ്പെൻസ് സേവിങ്സ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഓക്കെ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് സേവിങ്. ആക്ച്വലി ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻസ്.